പ്രിയമുള്ളവരെ നമസ്കാരം. അസ്കർ ചിറമംഗലം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുതുതായി ആധാർ കാർഡ് എടുക്കുന്നവർക്കും ആധാർ കാർഡിൽ തെറ്റുകൾ തിരുത്തുന്നവർക്കും ആധാർ അതോറിറ്റി കൊണ്ടുവന്ന കർശന നിർദ്ദേശങ്ങളും നിബന്ധനകളും നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആധാർ കാർഡിൽ ഇനി തിരുത്തലുകൾ വരുത്താൻ വലിയ പ്രയാസങ്ങൾ നേരിടാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ കർശന നിബന്ധനകളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ആധാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ വർദ്ധിച്ചതുകൊണ്ടാണ് ആധാർ അതോറിറ്റി കർശന നിബന്ധനകളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. പുതിയ ആധാർ എടുക്കുന്നതിനും നിലവിലുള്ളതിൽ തിരുത്തലുകൾ വരുത്തുന്നതിനും കർശന നിബന്ധനകളാണുള്ളത്. ചെറിയ തിരുത്തലുകൾ നടത്താൻ പോലും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ചെറിയ തിരുത്തലുകൾക്ക് പോലും ഇനി ഗസറ്റഡ് വിജ്ഞാപനം നിർബന്ധമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പേര് തിരുത്താൻ ഇനി 2 അവസരങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആധാർ എടുക്കുന്നതിനും വിലാസം തിരുത്തലുകൾ വരുത്തുന്നതിനും പൊതുമേഖലാ ബാങ്കിന്റെ പാസ്ബുക്ക് പലരും തിരിച്ചറിയൽ രേഖയായി നൽകാറുണ്ട്. അതിനും നിബന്ധനകൾ വന്നിട്ടുണ്ട്. ഇനി മുതൽ വിലാസം തിരുത്തുന്നതിന് പാസ്ബുക്ക് നൽകുന്നവർ ഈ മേൽവിലാസത്തിന്റെ തെളിവ് ബാങ്കിന്റെ രേഖയിൽ ഉണ്ട് എന്നും KYC നടത്തിയിട്ടുണ്ട് എന്നും ബാങ്ക് മാനേജർ സാക്ഷ്യപത്രം നൽകണം. ഇതോടൊപ്പം ഫോട്ടോ പതിച്ച പാസ്ബുക്കും നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജനനത്തീയതി തിരുത്തുന്നതിനും കർശന നിബന്ധനകളുണ്ട്. നേരത്തെ ജനനത്തീയതി തിരുത്തുന്നതിന് 1 തവണ മാത്രമേ അവസരം ഉണ്ടായിരുന്നുള്ളൂ. ഇനി 18 വയസ്സുവരെ പ്രായമുള്ളവരുടെ ജനനത്തീയതി തിരുത്താൻ അതാത് സംസ്ഥാനത്തിലെ അംഗീകൃത അധികാരികൾ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. പാസ്പോർട്ട്, SSLC ബുക്ക് എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് SSLC സർട്ടിഫിക്കറ്റ് ജനനത്തീയതി തെളിവായിട്ട് ഉപയോഗിക്കാം. ഇതിനായി SSLC ബുക്കിലെ പേരും ആധാർ കാർഡിലെ പേരും ഒരുപോലെ ആയിരിക്കണം. SSLC സർട്ടിഫിക്കറ്റിൽ ബന്ധപ്പെട്ട അതോറിറ്റിയുടേതല്ലാത്ത എഴുത്തുകളോ മുദ്രകളോ ഉണ്ടാവാൻ പാടുള്ളതല്ല. ജനനത്തീയതി തിരുത്താൻ വോട്ടർ ID പ്രൂഫായി നൽകുന്നവർക്കും നിബന്ധനകളുണ്ട്. വോട്ടർ IDയിലെയും ആധാറിലെയും പേരുകൾ, മേൽവിലാസം ഒരുപോലെ ആയിരിക്കേണ്ടതാണ്. പഴയ രീതിയിലുള്ള ലാമിനേഷൻ വോട്ടർ ID സ്വീകരിക്കുന്നതല്ല. ഇതിനു മുമ്പ് തിരുത്തലുകൾ വരുത്താൻ ഏതെങ്കിലും ഒരു രേഖ മാത്രം മതിയായിരുന്നു. നിലവിൽ ജനനത്തീയതി മാറ്റാൻ SSLC സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ് എന്നിവ കയ്യിലില്ലാത്തവർക്ക് 8ന്റെ പണി കിട്ടും എന്നത് ഉറപ്പ് തന്നെ. ഇത്തരക്കാർക്ക് ഗസറ്റഡ് ഓഫീസർ, MLA, MP എന്നിവരുടെ ആരുടെയെങ്കിലും സാക്ഷ്യപത്രം നൽകേണ്ടതായിട്ട് വരും. ഇത്തരം നിബന്ധനകളിലൂടെ സുരക്ഷയും ആധികാരികതയും ഉറപ്പുവരുത്തുക എന്നതാണ് ആധാർ അതോറിറ്റിയുടെ ലക്ഷ്യം. ഇത്തരം ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.